വയനാട് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയുമായ സാലി റാട്ടക്കുള്ളിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്തിനാണ് താങ്കളെ ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്? എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് 11ഓളം അറസ്റ്റ് വാറന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ തന്നെ മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും ഇതുപോലെ വാറന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ രാഷ്ട്രീയ പ്രേരിതമായി ഈ ഇലക്ഷൻ സമയത്ത് അറസ്റ്റ് ചെയ്ത് അതും ബലമായി ഒരു വലിയ കൊലക്കുറ്റം ചെയ്ത ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് ഉണ്ടായത്. ഇത് വളരെ നിരാശാജനകമാണ്. ഇങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പൊതുരംഗത്ത് ഒരു 10-20 വർഷമായി കൽപ്പറ്റയിൽ പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും പോലീസ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആളാണ്. പക്ഷെ അങ്ങനത്തെ ഒരാളെ വളരെ മൃഗീയമായ രീതിയിൽ വളരെ ബലം പിടിച്ചുകൊണ്ടാണ് പോലീസ് എന്താക്കിയത്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. താങ്കൾക്ക് അപ്പം ഇന്ന് ജാമ്യം ലഭിച്ചല്ലോ, അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? 8ഓളം കേസുകളിൽ ഇന്ന് ഫൈൻ അടക്കുകയും ബാക്കിയുള്ള കേസുകൾ ഫൈൻ അടക്കാൻ പറ്റാത്ത കേസുകൾ ജാമ്യം എടുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇത്തരം കേസുകൾ പോലീസ് നേരത്തെ റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ഹാജരാകുവാനും ജാമ്യം എടുക്കുന്നതിനും ഫൈൻ അടക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പം അത്തരം രീതികൾ ചെയ്യാതെ ഈ രീതിയിൽ ഒരു മോദിയും പിണറായിയും ഒരേ രൂപത്തിൽ ഭീകരമായ രീതിയിൽ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ രാജ്യവും സംസ്ഥാനമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അരാജകത്വം നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാക്കും. ഈ രീതിയിലുള്ള അറസ്റ്റ് രീതികളൊക്കെ വളരെ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. വയനാട് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ DCC ഭാരവാഹിയുമായ ഗോകുൽദാസ് കോട്ടയിലാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാലിഖാന്റെ അറസ്റ്റിനെ പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? സാലി ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയും അതുപോലെ തന്നെ കൽപ്പറ്റയിലെ ഒരു ഫുൾ ടൈം പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകനാണ്. എല്ലാ രീതിയിലും കൽപ്പറ്റയിൽ ഫുൾ ടൈം ഉള്ളവനാണ്. ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ, ഒരു കൊലക്കേസിലെ പ്രതിയെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്നത് പോലെ പിടിച്ചു കൊണ്ടുപോകേണ്ട ഒരാളല്ല ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളത്. ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും പല കേസുകളും പോലീസ് കൃത്യമായിട്ട് വാറണ്ടാവുന്ന കേസുകളൊന്നും അറിയിച്ചു കഴിഞ്ഞാൽ ജാമ്യം എടുക്കാൻ കഴിയും. പോലീസുകാർ അവരുടെ പണി എളുപ്പത്തിന് വേണ്ടി ഇത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്താറില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകരെ ഇതുപോലെയുള്ള ഹരാസ്മെൻറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന സാഹചര്യമുള്ളത് അത് അംഗീകരിക്കാൻ കഴിയാവുന്ന സാഹചര്യമല്ല. ഈ പോലീസുകാരൊക്കെ ഇതൊന്ന് ഓർത്തു വെക്കുന്നതല്ലാണ്. എല്ലാ നാളുകളിലും പിണറായി വിജയൻ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ അത് മാറ്റണം. ഒരു 6 മാസത്തിനുള്ളിൽ പിണറായി ആ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ UDF അധികാരത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇത്തരം പോലീസുകാരൊക്കെ ഇതിന് അന്ന് മറുപടി എണ്ണി പറയേണ്ടി വരും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാൽ നല്ലതായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്.